ഗായ്സ്, എല്ലാവർക്കും കുഞ്ഞുങ്ങളുടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ജെല്ലി ക്യാൻഡിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയാണ്. വെയിറ്റ് ചെയ്യൂ, ഞാനത് പോയി എടുത്തിട്ട് വരാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് ഫ്ലേവർ എന്ന് വെച്ചാൽ ടാങ്ങിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. അപ്പം ഞാൻ ജെല്ലി കാണിച്ചു തരാം. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ജെല്ലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ജെല്ലിയാണ്. വാ, ജെല്ലി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, കടയിൽ ജെലാറ്റി ഒരെണ്ണം വാങ്ങണം. ടാങ്കും വാങ്ങണം. ഫസ്റ്റ് തന്നെ നമ്മൾ ടാങ്ക് വെള്ളം കലക്കണം. നല്ലോണം മിക്സ്. ആവശ്യത്തിന് മധുരം ഇടണം. ആവശ്യത്തിന് മാത്രം മധുരം ഇടാൻ പാടുള്ളൂ, ഓവറാക്കരുത്. എനിക്ക് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സൊക്കെ ചെയ്യാൻ പറ്റും. പുളിയുള്ള ഫ്രൂട്ട്സ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ ആദ്യം തൊട്ട് പറയാം, ചിലവർക്ക് ബാക്കി കേട്ടിട്ടുണ്ടാവില്ല. സൗണ്ട് എനിക്ക് കുറച്ച് കുറവാണ് കേട്ടോ. ഞാൻ ആദ്യം തൊട്ട് പറയാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ചായപാത്രമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ലേ, ചായപാത്രം, അതിൽ നമ്മൾ ടാങ്ക് എടുക്കണം. ഇത് നമ്മുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. ഇതന്നെ വേണമെന്നില്ല കേട്ടോ, ഇതൊരു റബ്ബർ ഇതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ആ വെള്ളം ചൂടാക്കണം. ടാങ്ക് കഴുകിയ വെള്ളം ചൂടാക്കണം. ചൂടാക്കിയിട്ട് പഞ്ചസാര ഇടണം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട്, ഓൾറെഡി ടാങ്കിൽ പഞ്ചസാര ഉണ്ടാവും, പക്ഷേ ഇതിന് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ജെലാറ്റി അതിൽക്കിടണം. അപ്പോൾ ജെലാറ്റി തിളച്ചിങ്ങനെ വരുമ്പോൾ കുറേ തിളക്കണം. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സിമ്മിലിട്ട് നല്ലോണം ജെലാറ്റി ഉരുക്കണം. കിടന്ന് ജെലാറ്റി വേണ്ടി കട്ടിയാവും, പെട്ടെന്നൊന്നും ഉരുക്കൂല. ഒരു പൊടിയാവും, അത് ഉരുകാൻ കുറച്ച് ടൈം എടുക്കണം. അത് ഉരുകി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാത്രത്തേക്ക് ഇങ്ങനത്തെ പാത്രം ആയിട്ട് ഒഴിച്ച് വെക്കണം. ഒഴിച്ച് വെച്ചിട്ട് തണുക്കാൻ വെക്കണം. ഫ്രിഡ്ജല്ല, പുറത്തിരുന്ന് തണുക്കണം. അങ്ങനെ തണുത്ത് കഴിയും. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസമാകുമ്പോൾ ഇത് മുണുങ്ങണം. ജെലാറ്റി കുറഞ്ഞൊന്നൊരു സംശയം വേണ്ട, കൂട്ടിടണം. കറക്റ്റ് ജെല്ലി. എന്നിട്ട് ഇതുകൊണ്ട് മതിയാവില്ല. കുറേ ടാങ്ക് കലക്കണം, കുറേ ജെലാറ്റി ഇടാം. പിന്നെ ഒരു കാര്യം പറയാൻ മറക്കരുത്, ആ കാര്യം ഉടനെ പറയാം. ആ കാര്യം പറയുന്നതിനായിട്ട് ഒരു കാര്യം നമ്മൾ മറന്നു. ഇത് പ്രത്യേക കാര്യം പറയുന്നതായി നമുക്ക് നേരെ ബാക്ക്ഗ്രൗണ്ടിൽ പോവാം.